എടേ ബാലപ്പോ, നീ അറിഞ്ഞാടേ PC ജോർജ് മൊത്തം കലിപ്പിലാണ്. അങ്ങാര് കേരളം മൊത്തത്തിൽ പിടിക്കാൻ നിൽക്കുകയാണ്. നീ കേട്ടാ അങ്ങാര് പറഞ്ഞത്? കേരളം ഞങ്ങൾ പിടിക്കും, പിടിച്ചേ മാറും. തിരുവനന്തപുരം ഉൾപ്പെടെ ഞങ്ങൾ പിടിക്കും. കേട്ടാ, എല്ലാവരും പറയുന്നത് 1-2 സീറ്റ് പിടിക്കുമെന്നാണ്. പക്ഷെ ഇങ്ങനെ കഥല്ലടാ, ഭയങ്കര ആക്രാന്തം. മിനിമം 5 കൂടുതൽ സീറ്റ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പിടിക്കും. 26-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖ കക്ഷിയായി BJP മാറും. ഒരൊറ്റ മനുഷ്യൻ കൂടെ ഇല്ലെങ്കിലും കേരളം ഒറ്റയ്ക്ക് പിടിക്കുമെന്നാണ് അങ്ങാരി പറയുന്നത്. 29 ഇലക്ഷൻ നടക്കുന്നതാണ് കരുതപ്പെടുന്നത്. അന്ന് കേരളം ഒറ്റയ്ക്ക് പിടിക്കും. ഇതൊന്നും അല്ലടാ ബലപ്പാ. അബ്ദുള്ള കുട്ടി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോടാ, കണ്ണ് നിറഞ്ഞു പോകും. സ്ഥാനാർത്ഥിയായി റോഡ് ഷോയിൽ ടാറ്റ അടിച്ചാൽ ഇങ്ങോട്ട് തിരിച്ച് ടാറ്റ പോലും പറയാത്ത ഒരവസ്ഥയായിരിക്കും. ആലോചിച്ച് നോക്ക്. നമ്മൾ ഒരാളെ അങ്ങോട്ട് ടാറ്റ കാണിക്കുമ്പം ഇങ്ങോട്ട് ടാറ്റ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തൊരു വിഷമം വരുവടാ. പക്ഷേ ഈ വർഷം ഞങ്ങൾ കേരള പദയാത്രയായി പോയപ്പോൾ മലപ്പുറം ടൗണിലൊക്കെ തട്ടമിട്ട ഉമ്മക്കുട്ടികൾ നമ്മുടെ ജാഥയ്ക്ക് നേരെ പ്രത്യഭിവാദ്യം ചെയ്യുന്ന ആവേശകരമായ കാഴ്ചയാണ് കണ്ടത്. എടേ ബാലപ്പ, ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാണ്. നീ വോട്ടിടുന്നതാക്കുവാണോ ഇട്ടോ, പക്ഷേ അബ്ദുള്ള കുട്ടി ഇവിടെ വരയേറ്റ നിന്നെ ടാറ്റ കാണിക്കുകയാണെങ്കിൽ തിരിച്ചൊരു ടാറ്റ കാണിച്ചു കൊടുക്കണേടാ. പാവം. അതേപോലെ നമ്മളെ കൃഷ്ണകുമാർ പറഞ്ഞേക്കുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരും ജയസാധ്യതയുള്ള 2 സീറ്റുകളിൽ ഒന്നാണെന്ന്. അതെങ്ങനെയുടെ 2 ഒന്നാവണത്? എനിക്ക് മനസ്സിലാവണില്ല. തിരുവനന്തപുരം തൃശ്ശൂരും നമുക്ക് വളരെയേറെ ജയസാധ്യതയുള്ള 2 മണ്ഡലങ്ങളിൽ ഒന്നാണ്. സുരേഷ് ഗോപി അല്ലാതെ വേറെ ആര് ചെന്നാലും തൃശ്ശൂർ കയറ്റൂല്ലെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. സ്വാഭാവികമായിട്ട് തൃശ്ശൂരിൽ നമുക്ക് സുരേഷ് ചേട്ടനപ്പുറത്ത് വേറെ സ്ഥാനാർത്ഥി ഇല്ലാതാനും. പിന്നെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് കേരളത്തിൽ ഏതൊക്കെ ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങുന്ന കാര്യം. ത്രിപുര പോലെ ഇവിടെ തിരുവനന്തപുരത്തും നമ്മൾ അക്കൗണ്ട് തുറക്കും, ഭരണവും കൊണ്ടുവരും. എപ്പോഴെന്തെന്നുള്ള പിന്നത്തെ കാര്യം. പക്ഷേ ഇത്തവണത്തെ ഇലക്ഷനിൽ അക്കൗണ്ട് തുറന്നിരിക്കും. ത്രിപുരയില്ല, പശ്ചിമ ബംഗാളില്ല, ഏത് കിടുപിടിയിൽ വേണമെങ്കിലും അക്കൗണ്ട് തുടങ്ങട്ടെ. ഒരൊറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ, കണ്ടല ബാങ്കിൽ മാത്രം അക്കൗണ്ട് തുടങ്ങാതിരുന്നാൽ മതി. ഏത് നിനക്ക് മനസ്സിലായ കാര്യങ്ങളെ? സുരേഷ് ഗോപിയെ കണ്ടപ്പോഴാണേ ഏറ്റവും വലിയ രസം. ഞാൻ ചോദിച്ച് അല്ലിക്ക് ആഭരണം എടുക്കാൻ വേണ്ടി ഗംഗയെ വിടുവെന്ന് ചോദിച്ച്. അപ്പം പറഞ്ഞ എന്താണെന്നറിയാം? ഒരു ഭാവിയിലെ രാഷ്ട്രീയക്കാരി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കോണ്ടന്റാണ് അവരുടെ റിട്ടോർട്ട്സിലുള്ളത്. അപ്പം ഞാൻ ചോദിച്ച് തൃശ്ശൂർ മൊത്തത്തിൽ അങ്ങ് എടുക്കണത് ഒരത്യാഗ്രഹം അല്ലേ സുരേഷ് എന്ന് ചോദിച്ച്. അന്നേരം തോന്നി ഈ തൃശ്ശൂർ എനിക്ക് വേണമെന്ന്, നിങ്ങൾ എനിക്ക് തരണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നിട്ടാ പറഞ്ഞ് ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നാലാണ് എടുക്കുന്നത്. അത് ഇനിയും അങ്ങനെ തന്നെയാണ്, തന്നാൽ എടുത്തിരിക്കും. വാടേ വേലപ്പാ, ഞാൻ ഒരഭ്യർത്ഥന മാത്രമേ സുരേഷിൻ്റെ കൂടെ വച്ചുള്ളൂ. ഞാൻ പറഞ്ഞ് തൃശ്ശൂർ മൊത്തത്തിൽ എടുത്തോ, പക്ഷേ ഒരു അഭ്യർത്ഥന ഉണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ അവിടെ ഇട്ടക്കിനം എടുത്തോണ്ട് പൊക്കളയരുത്. എനിക്ക് വല്ലപ്പോഴും ഗുരുവായൂർ പോയി ഭഗവാനെ തൊഴാനാണെന്ന് പറഞ്ഞ്. അത്